മേ ഐ കം ഇൻ സർ? താങ്ക് യു സർ, ഞാൻ നിന്നോളാം. താൻ സ്മോള് കഴിക്കൂ? അങ്ങനെ പതിവൊന്നുമില്ല സാർ, പിന്നെ ചില ഒക്കേഷൻസിൽ. ഇരിക്കെ. വേണ്ട സാർ, ഞാൻ നിന്നോളാം. സിറ്റ് ഡൗൺ ഐ സേ. ഒരു സ്മോള് കഴിക്കാൻ ആരെ കമ്പനി കിട്ടുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. താങ്ക് യു സാർ. എനിക്ക് വേണ്ട സാർ. സാർ, ഒരു 3 ദിവസത്തെ ലീവ് വേണമായിരുന്നു. ഭാര്യയും കൊണ്ട് അമ്പലങ്ങളിലൊക്കെ ഒരു വഴിപാട് നടത്താൻ പോകാനായിരുന്നു. തനിക്ക് വേറെ ജോലിയില്ലേ? വഴിപാട്? യോ സാർ, അങ്ങനെ പറയരുത് സാർ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി. ഇതുവരെ ഒരു കുട്ടി പോലും ഉണ്ടായിട്ടില്ല സാർ. അതിനു വേണ്ടി ഒരു വഴിപാട് നടത്താനാ. ഈ കുട്ടികളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന നല്ലത്. ബേർഡനാ അതൊക്കെ. താൻ പെണ്ണ് കെട്ടിയത് അബദ്ധമാണ്. ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നോക്കൂ. പിന്നെ സുന്ദരികളായ പെണ്ണുങ്ങളുടെ കൂടെ കഴിയുക എന്നുള്ളതൊക്കെ റിയലി ഇൻട്രസ്റ്റിംഗ്. അതിന് വേണ്ടാത്ത റെസ്പോൺസിബിലിറ്റി മുഴുവൻ വലിച്ച് തലയെ കെട്ടണോ? അപ്പോ ഞാൻ എന്ത് ചെയ്യണം സാർ? ഡൈവേഴ്സ് ചെയ്യണം. നല്ലൊരു അഡ്വക്കേറ്റിനെ ഞാൻ വേണമെങ്കിൽ ഏർപ്പാട് ചെയ്ത് തരാം. അയ്യോ അതല്ല സാർ, എന്റെ ലീവിന്റെ കാര്യം. അതൊക്കെ അങ്കിളിന്റെ അടുത്ത് പറയുക, വാങ്ങുക. എനിക്ക് അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും പറ്റില്ല. അഡ്മിനിസ്ട്രേഷന്റെ മാത്രമല്ല, ലൈഫിൽ ഒരു റെസ്പോൺസിബിലിറ്റിയും വയ്യ. താൻ കഴിക്കണോ? എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല സാർ, MD നിർബന്ധിച്ചപ്പോ. തനിക്ക് ലീവ് തരാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇനി അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. അയ്യോ സാർ, ഞാൻ രാജീവ, ഓഫീസിലെങ്കിലും ഇതൊന്ന് ഒഴിവാക്കിക്കൂടെ? അങ്കിൾ, ബോറടിച്ചപ്പോ വെറുതെ ഒരു സ്മോൾ. ബോറടിക്കുമ്പോ ദയവ് ചെയ്ത് ഇവിടുന്ന് പോവുക. ഇതൊരു ഓഫീസാണ്, നോട്ട് എ ബ്രാൻഡി ഷോപ്പ്. ഒരു മിനിറ്റ്. അറിയില്ലേ അഡ്വക്കേറ്റ് ഗോവിന്ദൻ? ഹലോ ഹലോ, എക്സ്ക്യൂസ് മീ, എനിക്ക് മേനെ കൊണ്ടൊരു ചെറിയ കാര്യമുണ്ട്. ഓൾറൈറ്റ്, വിളിച്ചോണ്ട് പോയിക്കോ. ഇപ്പൊ തന്നെ 10,000-40,000 രൂപ പോയിരിക്കും. വരൂ. എക്സ്ക്യൂസ് മീ, ഞാനിപ്പോ ഇതെന്ത് കളിയായി കളിക്കുന്നത്? ഞാൻ വല്ലപ്പോഴേ കളിക്കാറുള്ളൂ. ഇന്നൊരു കമ്പനി കിട്ടാതായപ്പോ ഇവരുടെ കൂടെ കൂടിയെന്നേ ഉള്ളൂ. ഞാൻ ആ കാര്യമല്ല പറഞ്ഞത്. മേനോന്റെ പേരിൽ എത്ര പെറ്റി കേസുകളുണ്ടെന്ന് അറിയാമോ? ഇല്ല. എന്നാ അറിഞ്ഞോ? 7 എണ്ണം ഉണ്ട്. സമൻസ് അയച്ചിട്ട് ഇതുവരെ പലതിനും ഹാജരായിട്ടില്ല. ഇപ്പൊ ദാ ഒരെണ്ണം വാറണ്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമെന്താ? അറസ്റ്റ് ചെയ്തുകൊണ്ടു. വാറണ്ട് എത്തുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റിന് മുമ്പിൽ നാളെ രാവിലെ ഹാജരാകണം. അറസ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പ് പോലീസുകാർ വിലങ്ങ് വയ്ക്കോ? പോലീസുകാർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, നല്ല രസമുള്ള ഏർപ്പാടാണല്ലോ. ഇവിടെ ഒന്ന് ചൊറിഞ്ഞേ സാറേ, ഇവിടെ ഒന്ന് ചൊറിഞ്ഞേ. നല്ല ബലത്തിൽ ഒന്ന് അമർത്തി. ചൊറിയുന്നു. ആ ബലം കഴിച്ചു കൊണ്ടുപോകും. പ്രതി വിലങ്ങ് വെക്കണമെന്ന് നിർബന്ധം പിടിച്ചാ ഞാൻ എന്ത് ചെയ്യും? രാജി, ആരെങ്കിലും കണ്ടാ മോശല്ലേ? അങ്കിൾ ഇത്ര സില്ലി ആയിട്ട് വിചാരിക്കുന്നത് എന്തിനാ? വിലം കിട്ടാവുന്ന മോശക്കാരനാവൂ? അല്ലാതെ എന്നെ മോശക്കാരനല്ലേ? വാ. നേരെ മജിസ്ട്രേറ്റിന് മുമ്പിലാണ് ഹാജരാക്കിയത്. കോടതി മുറി ആയിരുന്നെങ്കിൽ ഞാൻ ചില രസങ്ങളൊക്കെ ഒപ്പിച്ചേനെ. വെറുതെ അല്ല വട്ടുമേനോന്ന് ചിലർ വിളിക്കുന്നത്. ഡിഫറന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ വല്ലാത്ത മടുപ്പാണ് ഡോക്ടർ. ഡോക്ടർക്ക് ബോറടിക്കുന്നില്ലേ? എന്നും ആശുപത്രി, രോഗികൾ, ഭാര്യ, ഈ സൈക്കിൾ തന്നെയല്ലേ എന്നും. രാജീവിനെ പോലെ ആരെങ്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ചെറിയ റിലീഫൊക്കെ ഉണ്ട്. അത് ശരി. അപ്പൊ ഞാനൊരു നേരം പോക്കാണല്ലേ?
കഴിക്കേ. നല്ല വിരലുകൾ. താല്പര്യമുണ്ടോ? നമുക്ക് ആലോചിക്കാം. 4-5 വർഷം മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഓക്കെ പറയുമായിരുന്നു. 1-2 രാത്രിക്ക്. അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. എന്റെ സ്റ്റാഫിനെ കിട്ടില്ല. അത് ഡോക്ടറുടെ തോന്നലാണ്. നേരം പോക്ക് പോലെ എടുക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഓരോ രാത്രിയിലും 2-3 പെമ്പിള്ളാര് കാണും. ഈ ആശുപത്രിയിലെ പല സുന്ദരികളും എന്റെ കിടപ്പറ കണ്ടിട്ടുള്ളവരാണ്. ഇന്നും അവരിൽ ചിലരിവിടെ ഉണ്ട്, പലരുടെയും പതിവ്രതകളായ ഭാര്യമാരായിട്ട്. ഇപ്പൊ വിളിച്ചാലും വരും, കാണണോ? പക്ഷെ അതും മടുത്തു. ഇനിയും കക്ഷി പോയില്ലേ? എന്താ, ഞാൻ പോണോ? വേണ്ട വേണ്ട, കല്യാണം കഴിക്കാൻ ആലോചനകൾ നടക്കുന്നു പിള്ള പറയുന്ന കേട്ടു. ഉവ്വ്, ആലോചനകൾ ഇവിടെ. വിവാഹം സ്വർഗത്തിൽ വെച്ച്. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും പങ്കെടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങളൊക്കെ നരകത്തിൽ പോകുന്നവരാണല്ലോ. തമാശ കളി രാജീവ്, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. എനിക്ക് രാജീവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഉപദേശമാണെങ്കിൽ വേണ്ട. ഇവിടെ വന്നപ്പോ പുള്ളി അതിനുള്ള പുറപ്പാടായിരുന്നു. എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ബോർ അടിച്ചിട്ടുള്ളത് ഉപദേശങ്ങൾ കേട്ടാണ്. എന്നെ ചീത്ത വിളിക്കൂ, വേണമെങ്കിൽ നല്ല ഇടി ഇടിക്കൂ, അപമാനിക്കൂ, പക്ഷെ ഉപദേശിക്കരുത്. സോറി ഡോക്ടർ. താനെന്താ സന്യാസം തുടങ്ങാൻ പോന്നോ? ഏകാന്തയിൽ വന്നൊരു ധ്യാനം. എന്ത് പറ്റിയടോ? വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ പണത്തിന്റെ? ഒന്നുമില്ല, വീട്ടിൽ നിന്ന് പിള്ളേരുടെ കത്ത് വന്നു. കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോ ഞാൻ ഒരു വിടുവാക്ക് പറഞ്ഞു, ഈ ക്രിസ്മസിന് പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥലം വെച്ചിട്ടൊക്കെ ഒന്ന് കാണിക്കാന്ന്. അടുത്ത ആഴ്ച ക്രിസ്മസ് വെക്കേഷൻ ആരംഭിക്കുക. അതിനെന്താ തടസ്സം? തടസ്സമൊന്നുമില്ല. ഒരു 5 പേർക്ക് ഒരാഴ്ച ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കണമെങ്കിൽ എത്ര രൂപയാവും? എന്തിനാ ഹോട്ടല്? പിന്നെ 3 പിള്ളേരും തന്തയും തള്ളയും എല്ലാം കൂടെ ആ പൊത്തു വെള്ളം മുറിക്കാൻ താമസിക്കാൻ പറ്റുമോ? പിന്നെ വെള്ളം വേണം, വെളിക്ക് പോണം. എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണോ? അതൊന്നും വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാവും. തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ. ഒരാഴ്ച നമുക്ക് രസമായിട്ട് കൂടാമെന്ന് വെച്ചിട്ടാണോ? എന്നാ ഞാൻ പോയി കൊണ്ടുവരട്ടെ? താൻ പോയി കൊണ്ടുവാടോ. ഹലോ. ആണ്ടെ എല്ലാരും ഒത്തിരിണ്ട് കേട്ടോ. പിടിക്ക്. ഇത് ഞാൻ ഇത് എന്നാ മനുഷ്യനെ ഈ പെട്ടി അങ്ങോട്ട് പിടിച്ച് വർത്താനൊക്കെ പിന്നെ പറയാം. എടാ കൊച്ചനെ ഇതിനെ അങ്ങോട്ട് പിടിച്ച്. ആ, ഇതാണ് നമ്മുടെ റാണി ലക്ഷ്മി ഭായി, ചങ്ങനാശ്ശേരി. ഇത്തിരി ആംബിയർ കൂടുതലാ. ജോസന്റെ കർത്താവെ എടുത്തിറക്കാം. ഇങ്ങോട്ടിറങ്ങി വേടാ. എനിക്ക് ഇനി തീവണ്ടി പോണം. ഇങ്ങോട്ട് വരാൻ പോകുന്നു നിന്റെ. ഏയ് അമ്മച്ചി, അപ്പന്റെ മണം. ഇവൻ കയറി ഇരിപ്പായോ? എടാ, അങ്ങളുടെ പാൻറ്റൊക്കെ ചീത്ത ഇറങ്ങ്. വേണ്ട വേണ്ട, അപ്പം വേണ്ട, അങ്കിള് മതി. ഹേയ്, കുഴപ്പമില്ല, അവിടെ നോട്ട്. മോനെ, നിനക്ക് അങ്കിളിനെ അങ്ങ് ഇഷ്ടമായോ? അവൻ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഒരാളിനെ ഇഷ്ടപ്പെട്ട പിന്നെ മേത്തൊന്നും മാറത്തില്ല. പോവാ. ഒന്നും മറന്നിട്ടില്ലല്ലോ? എന്റെ ഈശോയെ, എന്റെ ചെരുപ്പ്. ആ ട്രെയിനങ്ങ് പോയി, ഇനി അത് കിട്ടത്തില്ല. കഷ്ടായല്ലോ, മേടിച്ചിട്ട് 1 മണിക്കൂർ പോലും കാലിലിട്ടില്ലല്ലോ. എന്റെ പാറപ്പള്ളി മാതാവേ, എന്റെ ചെരുപ്പ് തിരിച്ചിട്ടാണ് ഇത്രയും മെഴുകുതിരി മേടിച്ച് കത്തിച്ചേക്കാവേ. മാതാവിന് ഇപ്പൊ ചെരുപ്പിന് വെച്ച് നടക്കല്ലേ പണി. ഇതാരാണെന്ന് മനസ്സിലായോ? അയ്യോ, ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഇതാണ് ഞാൻ പറഞ്ഞ രാജീവ് മേനോൻ. ഇത് എന്റെ വീട്ടിലാണോ നമ്മൾ താമസിക്കാൻ പോകുന്നത്? കൊച്ചന്റെ വീട്ടിൽ എല്ലാവർക്കും കൂടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ? കുറച്ച്. ഓ, അതൊക്കെ മതി. ഞങ്ങളുടെ വീട്ടിൽ ആകെ 2 മുറിയേ ഉള്ളൂ. അപ്പച്ചൻ വന്നാ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു മുറിയിലാ കിടക്കുന്നത്. ഇറച്ചി മീനൊക്കെ വയ്ക്കാല്ലേ? അവിടെ ചെന്നിട്ട് മതി നിന്റെ ക്രോസ് വിസ്താരമൊക്കെ. ശരിയാ, അമ്പിയർ കൂടുതലാ. അവധി കിട്ടാൻ ഞാൻ വീട്ടിൽ പോകട്ടെ. അല്ലല്ല, നല്ല ക്ലൈമറ്റ് ഉള്ള കാലാവസ്ഥ എന്ന് പറയാ. അതെ അതെ, വന്നേരം നടക്കും മോളെ.